ഗുഡ് ഈവനിങ്, നമസ്കാരം. ലിജീഷാണ്. അപ്പോഴേ ഞങ്ങളുടെ നാട്ടിൽ തിരുനാവായ നമ്മുടെ കുംഭമേള നടക്കുകയാണല്ലോ. അപ്പോൾ അത് ഇന്നത്തേതാ വൈകുന്നേരം ഒരു 4 മണി 4:30 മണിക്കുള്ള തിരക്കാണ് ഇപ്പോൾ ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് വരികയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ തവനൂർ ബ്രഹ്മാവിൻ്റെ അമ്പലത്തിൻ്റെ ഭാഗത്ത് വന്ന് അവിടെ വണ്ടി സൈഡാക്കിയിട്ട് ഇങ്ങോട്ട് വരികയായിരിക്കും നല്ലത്. ആരതി കാണാൻ വരുന്നവർ കേട്ടോ. കാരണം വെച്ചാൽ ഇവിടെ ഒരു മരപ്പാലം, താൽക്കാലിക പാലമുണ്ട്. അത് മണിക്കൂർ കണക്കിന് ക്യൂ നിന്നിട്ടാണ് അക്കരെ കിടക്കാൻ പറ്റുക. പിന്നെ ആരതി കഴിഞ്ഞ് ഇക്കരെ കിടക്കണമെങ്കിൽ മണിക്കൂർ കണക്കിന് ക്യൂ നിൽക്കണം. അപ്പോൾ ആരതി കാണാൻ വരുന്നവർ അപ്പുറത്ത് തവനൂർ വന്നിട്ട് അവിടെ ബ്രഹ്മാവിൻ്റെ അമ്പലം, ശിവൻ്റെ അമ്പലം അല്ലെങ്കിൽ തവനൂർ കാർഷിക കോളേജിൻ്റെ ഭാഗത്തൊക്കെ വണ്ടി നിർത്തിയിട്ട് ഈ മരപ്പാലത്തിൽ കിടക്കാതെ ആരതി അവിടെ നിന്ന് കാണാൻ ആണ് ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വണ്ടിയായിട്ട് വരുന്നവർ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ നമ്മുടെ തിരുനാവായ ഭാഗത്ത് പാർക്കിങ്ങൊക്കെ ഈ കൊടക്കൽ മുതൽ അങ്ങോട്ട് പാർക്ക് ചെയ്യുകയാണ്. കാരണം വെച്ചാൽ പാർക്കിങ്ങൊക്കെ ഫുള്ളാണ്. ഇനിയിപ്പോൾ 3-4 ദിവസം 4-5 ദിവസം കൂടി ഉണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്തോളൂ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഇൻഫർമേഷൻ ഞാൻ പാസ് ചെയ്യുന്നത്. പിന്നെ കഴിയുന്നതും വണ്ടി വല്ല കുറ്റിപ്പുറോ തിരൂരോ ഒക്കെ നിർത്തി വല്ല ബസ്സിനോ അല്ലെങ്കിൽ ഓട്ടോനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ പാർക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ പാർക്കിങ്ങിന് നമ്മളിത് ഒരുപാട് ദൂരം അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് നടക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പരിപാടികൾ ഭംഗിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. അല്ല വണ്ടിയായിട്ട് വരുന്നവർ വന്നോളൂ. വേറെ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും നമ്മളെ ഈ നാട്ടിൽ നടക്കുന്ന 12 വർഷത്തിൽ ഒരിക്കലും നടക്കുന്നൊരു പരിപാടിയാണിത്. മാക്സിമം ആൾക്കാർ പങ്കെടുക്കുക. ഓക്കേ.